റിപ്പോർട്ട് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കെ ടി ജലീൽ MLA തവനൂർ വിടും. പെരിന്തൽമണ്ണയിൽ ജലീലിനെ മത്സരിപ്പിക്കാൻ നീക്കം. തവനൂരിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ തുടർന്നാണ് നിർണായകമായ നീക്കം. യുവനേതാവ് VP സാനു തവനൂരിൽ മത്സരിക്കും. VS രഞ്ജിത്തോട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. VS രഞ്ജിത്ത്, നേരത്തെ കെ ടി ജലീൽ മത്സരരംഗത്തേക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി നിർബന്ധിച്ചാൽ ഒരുപക്ഷെ മുന്നണി പറയുകയാണെങ്കിൽ തിരികെ കളത്തിലേക്ക് ഇറങ്ങാമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞത്. പക്ഷേ ഇറങ്ങുമ്പോഴും തവനൂരല്ല, പകരം പെരിന്തൽമണ്ണ പരീക്ഷിക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ്. അത് ലീഗ് കേന്ദ്രങ്ങളിലും ഒരേ സമയം ഞെട്ടലുണ്ടാക്കും. മറുഭാഗത്തും തവനൂരിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തവനൂരിന്റെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണോ കെ ടി ജലീലിന്റെ ഈ തീരുമാനം? ഡോക്ടർ, തീർച്ചയായിട്ടും തവനൂരിനെ സംബന്ധിച്ച് ഇത്തവണ 2-3 തവണയായി കെ ടി ജലീൽ മത്സരിച്ചു കയറുമ്പോൾ അതിന്റെ ഒരു ആന്റി ഇൻകംബൻസിയിൽ ആ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്നൊരു ആത്മവിശ്വാസം ലീഗ് പ്രകടിപ്പിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് ആ മണ്ഡലം ലീഗ് ഏറ്റെടുക്കും എന്നൊരു വാർത്തയും വന്നിരുന്നു. അങ്ങനെ തവനൂരിൽ രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്ന ഘട്ടത്തിലാണ് കെ ടി ജലീൽ തന്നെ വീണ്ടും മത്സരിക്കാനെത്തുന്നു. അദ്ദേഹം മത്സരിക്കാനുള്ള സന്നദ്ധത പാർട്ടിയെ അറിയിക്കുകയും ചെയ്തത് ഈ ഘട്ടത്തിലാണ്. പാർട്ടിയുടെ പ്രാദേശിക ഘടകത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചന ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പാർട്ടിക്ക് തിരിച്ചുപിടിക്കേണ്ട മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരിന്തൽമണ്ണയാണ്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിരുന്നു. മലപ്പുറത്ത് എപ്പോഴും പെരിന്തൽമണ്ണ CPM-നൊപ്പം നിന്നതാണ്. EMS-ന്റെ നാടാണ്. അപ്പോൾ ആ മണ്ഡലം നജീബ് കാന്തപുരം 54 വോട്ടിനാണ് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തത്. KPM മുസ്തഫയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി. ഇത്തവണ ഒരു ജനകീയ സ്ഥാനാർത്ഥി വന്നാൽ, അതും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ അവിടെ വലിയ സാധ്യതയുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നു. പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയൊക്കെ അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഘടകം കെ ടി ജലീലിനെ തവനൂരിൽ നിന്ന് പെരിന്തൽമണ്ണയ്ക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ ആകുമ്പോൾ തവനൂർ കുറച്ചുകൂടി VP സാനുവിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ തവനൂർ നിലനിർത്താൻ സാധിക്കുമെന്നും താനൂരും തവനൂരും അതുപോലെ പെരിന്തൽമണ്ണയും കൂടി കിട്ടിയാൽ മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ, നിലമ്പൂർ ഏതായാലും പോകുമെന്ന് CPM ഉറപ്പിച്ചതാണ്, മറ്റു 3 മണ്ഡലങ്ങളും സേഫായി നിലനിർത്താൻ സാധിക്കും എന്നൊരു കണക്കുകൂട്ടൽ CPM-നകത്തുണ്ട്. പൊന്നാനി ഓൾറെഡി കിട്ടാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി CPM കണക്കാക്കുന്നതാണ്. അങ്ങനെ മലപ്പുറത്ത് ഒരു 4 സീറ്റ് ഉറപ്പിക്കാൻ ഈ ഒരു വച്ചുമാറൽ പരീക്ഷണം CPM ആലോചിക്കുന്നു. കെ ടി ജലീലിനെ പെരിന്തൽമണ്ണയിൽ എത്തിച്ച് തവനൂരിൽ VP സാനുവിനെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് പ്രാദേശിക ഘടകം മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല. ഓക്കെ, ഇപ്പോൾ VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. കെ ടി ജലീൽ അങ്ങനെ തവനൂർ വിടുന്നു എന്നുള്ള വാർത്തയാണ്. തവനൂരിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് മത്സരിക്കാൻ കെ ടി ജലീൽ പോയേക്കും എന്നുള്ള വിവരം ഇപ്പോൾ VS രഞ്ജിത്താണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്.